So guys, this is day 10 of edX Life School. ഇന്ന് മെയിനായിട്ട് സ്റ്റോറി ടെല്ലിംഗ്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, ഇംഗ്ലീഷ് ട്രെയിനിങ്, അതുപോലെ തന്നെ Mind മൈൻഡ് gym. ജിമ്മൊക്കെ കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷനിൽ കുറച്ചും കൂടി പ്രാക്ടിക്കലി ഇവർ ഇംഗ്ലീഷ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു നോക്കിയിട്ടാണ് ലേൺ ചെയ്തിട്ടുള്ളത്. സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മൈൻഡ് ജിം മെയിനായിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ്, റെസിലിയൻസ്, അതെങ്ങനെയാണ് സ്റ്റുഡൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വർക്ക് പ്ലേസിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടിക്കലിയാണ് നമ്മളിന്ന് കുറച്ചൊക്കെ പഠിച്ചു പോയിട്ടുള്ളത്. ബാക്കി നമുക്ക് കണ്ടറിയാം. അതെ അതെ. Between the spellings, both the spellings, can you say? എയും ഇ. കോമൺ ആയിട്ട് പ്രൊപ്പോസിഷൻസ് എന്തെങ്കിലും അറിയോ ഷാരിക്കാക്ക്? ഇൻ, ഓൺ, അതാണോ പ്രൊപ്പോസിഷൻസ്? ഓക്കെ, വാട്ട് ആർ പ്രൊപ്പോസിഷൻസ്? പ്രൊപ്പോസിഷൻസ് എന്താണ്? ഹായ് ഗൈസ്. എന്തും കാട്ടെന്ന് പറഞ്ഞ ജോബ് ഇന്റർവ്യൂവിൽ ക്രാക്ക് ചെയ്യില്ലേ? ക്രാക്ക് ചെയ്യില്ല, കാരണം പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു എക്സാമിനാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ചങ്ങായിമാർ അല്ലെങ്കിൽ ഗേൾസ് ഒക്കെ കൂളായിട്ട് എടുത്താൽ ഇതൊക്കെ എന്ത്, ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ ആ സിംഗിൾ പേപ്പർ എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യൂല. ഇതൊക്കെ ഒരു കോമൺ ഡയലോഗോ അല്ലെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫീഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും വർക്കൗട്ട് ആവുമോ? ഇല്ല. ജോബിന് പോകുമ്പോഴാണെങ്കിലും ഒരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം? കുറച്ച് സ്ട്രെസ് വേണം. നിങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് സ്ട്രെസ് വേണം. പക്ഷെ അത് അതിര് കടക്കുമ്പോഴാണ് എന്ത്, കൈവിട്ടു പോവാ. ഓക്കെ, ഇപ്പൊ യൂസ്ട്രെസ്സിന് കുഴപ്പമില്ലല്ലോ, സംഗതി കിട്ടിയില്ല. യൂസ്ട്രെസ് എന്താണ്? ഇനി അടുത്ത വെൽനസ് വെനസ്ഡേയിൽ എന്താ യൂസ്ട്രെസ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഫൈൻ. ഇപ്പം നടക്കുന്നത് വെച്ചാൽ സ്മാർട്ട് ടൂൾ മാസ്റ്ററിയാണ്. അതായത് കുട്ടികൾക്ക് അറിയാം, എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കേണ്ടത് AI വെച്ചിട്ട്. പക്ഷേ അത് ഗൂഗിൾ സ്ലൈഡോട് കൊണ്ടുവന്ന് എങ്ങനെ എഡിറ്റിംഗ് ചെയ്യണം, ഓരോ ടൂൾസും അതിലുള്ള ഓരോ എലമെൻറ്റ്സ് എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ റഫീഖ് സാർ ഇപ്പോൾ സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കലി അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് എങ്ങനെയാണ് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, കണ്ടില്ലേ? നമ്മൾ ലാസ്റ്റ് ഡേ ഗൂഗിൾ ടൂൾസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങളിൽ പലരും എന്ത് ചെയ്തു, ഒരു സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ബാക്കി പലരും പിന്നെയും അതിലൊരു എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ ഇത് കണ്ടു. പക്ഷെ ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾക്കും ഇത് എങ്ങനെയാണ് സ്ലൈഡ് ഷോ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഫയലിനെ സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത് എന്ന ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യില്ല അറിയാം. പ്രസൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്തു, സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഹബീഗം അവിടെ ചാർജർ കൊടുക്കുക അവിടെ അല്ലേ. അതേപോലെ തന്നെ ഫയലിനകത്ത് അടുത്തത് ഇമെയിലാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാം. നമ്മളിപ്പോൾ നേരെ ഈ ഫയൽ ഓൾറെഡി അവർക്കൊരു നോട്ടിഫിക്കേഷൻ വരുമെങ്കിലും അതെവിടെയാണ് കാണാൻ സാധിക്കുക, അവരുടെ ഗൂഗിൾ സ്ലൈഡിൻ്റെ പോർഷൻ. എഡിറ്റിലേക്ക് കിടക്കുകയാണ്. എഡിറ്റിൽ അൺഡു, കട്ട്, കോപ്പി, പേസ്റ്റ് ഇതറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞതാ. കട്ട്, കോപ്പി, പേസ്റ്റ് അറിയാത്തവരുണ്ടോ? ഏതെങ്കിലും ആളുകൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാം. ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും നമുക്ക് ചെയ്യാം. പ്രശ്നമുണ്ടോ? കട്ട്, കോപ്പി, പേസ്റ്റ് പ്രശ്നമല്ല. ദെൻ ഇവിടെ പേസ്റ്റിൽ തന്നെ മറ്റൊന്നാണ്, ഫോർമാറ്റ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യാനുള്ള സംഭവം. വി ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഈ മോഡ് ഏത് രീതിയിലാണ് എഡിറ്റിംഗ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത് ന്യൂസ് അനാലിസിസ് ആണ്. ഇവർക്ക് കുറച്ചുകൂടി ലോക വിവരം ലഭിക്കാനും പ്രസന്റേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാനും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെയാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും, ന്യൂസ് അനാലിസിസ്. അത് പ്രസന്റേഷൻ അല്ല, നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള സ്കിൽസും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെഷനിലൂടെ അവർക്ക് വർദ്ധിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സ്പാം കോൾ മനസ്സിലാക്കിയിട്ട് സ്പാമാന്ന് അറിയിക്കുകയുള്ളൂ. ഇപ്പോൾ ആപ്പിളിൽ തന്നെ എടുക്കുന്നതാണെങ്കിൽ വോയിസ് മെയിൽ ഇതാ ആദ്യം റെക്കോർഡ്, പ്രീ റെക്കോർഡാണ്. അയച്ചനാണ് GVK റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ, കൃഷ്ണ റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ. അയാളുടെ ഒരു സപ്പോർട്ടിനോട് കൂടി തന്നെ ഇയാൾക്ക് നല്ല രീതിക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ കോർപ്പറേറ്റീവ് ഇതിലൊക്കെ വരുന്ന ഒരു വിശ്വാസം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് വരെ ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ്. ഇത് അടുത്ത വ്യാഴാഴ്ച പറയുമ്പോൾ നാളെ ആവും. ഓക്കെ,
അതുപോലെ തന്നെ ഇവരിത് ഒരു 2026 ഒരു പകുതി ആകുമ്പോൾ തന്നെ ഇവരിത് ഒരു 1 മില്യൺ യൂസേഴ്സ് ഇതിന് വേണമെന്നാണ് ഇവർ കരുതുന്നത്. അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം ആക്റ്റീവ് യൂസേഴ്സ് ഇവർക്ക് ആ ടൈം ആകുമ്പോൾ തന്നെ ഉണ്ടാവണം എന്നാണ് ഇവർ മുൻകൂട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ അത്രയും പ്രോഫിറ്റബിൾ ആവണം എന്നാണ്. എനിക്ക് ഹിന്ദി അറിയില്ല, തമിഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ കന്നഡൊക്കെ ചോദിച്ചൊന്നും അറിയില്ല. മലയാളത്തിലാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പറയും. ഈ ഹിന്ദിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ AI കോളുകൾ വരുമ്പോൾ AI ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ അവർ തമ്മിൽ പിന്നെ സംസാരിച്ചു. അവരുടെ സംസാരം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇപ്പോൾ AI സംസാരിക്കാൻ പോകുന്നത്. അതിൽ പിന്നെ തമിഴ് വരുന്നത് തമിഴ്, അതേപോലെ ആ തമിഴ് വരുന്ന ആൾക്കാർ, തമിഴ് സംസാരിക്കുന്നവർ അവർക്കും അതിനനുസരിച്ച് സംസാരിക്കും. പറയുവാണെങ്കിൽ എങ്ങനെയാണ് USD പറയുവാണെങ്കിൽ 103.8 മില്യൺ വളർച്ച വന്നിട്ടുണ്ട് 2024. പിന്നെ 452.5 മില്യൺ 2030 ആകുമ്പോഴത്തേക്ക് എത്തിക്കാനാണ് ഇവരുടെ ശ്രമം. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്നത് സ്പാം കോൾസും ഇപ്പം കുറേ ഫേക്ക് കോൾസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഈക്വൽ AI നമുക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് തന്നെ പ്ലേ കൊടുക്കാനും പിന്നെ അതിൻ്റെ നമുക്കൊരു ട്രാൻസ്ക്രിപ്റ്റ് യൂസേഴ്സിന് കിട്ടാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫീച്ചർ. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്രഷർ ഓൺ ടെലികോം ഓപ്പറേറ്റേഴ്സ് ആൻഡ് കോൾ സെൻറ്റേഴ്സ്. ഈ ടെലികോം ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്കറിയാം, ഈ ഒരു AI അസിസ്റ്റൻറ്റ് വന്നാൽ അവരും ഈ AI അസിസ്റ്റൻറ്റ് ടൂള് ഉപയോഗിക്കാൻ വേണ്ടി അവരും ഫോഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് എന്ന് കസ്റ്റമേഴ്സിന് ഒരു പ്രൈവസി കൺസേൺ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെഗുലേറ്റർ, അതായത് നമ്മുടെ ടെലികോം റെഗുലേറ്റർ ഇതിനെങ്ങനെ കാണുമെന്ന് ഇവർ അനലൈസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ യൂസർ ട്രസ്റ്റ് ആൻഡ് അഡോപ്ഷൻ. യൂസർ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവസി കറക്റ്റായിട്ട് ഈ കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ട്രസ്റ്റ് എത്രത്തോളം എന്ന് നമ്മൾ നോക്കി കാണേണ്ടി തന്നെ വരും. പറയട്ടെ. ഒക്ടോബർ 1 മുതൽ ഈ ടാറ്റ മോട്ടോഴ്സ് കമ്പനി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒന്ന് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ്സും. എനിക്ക് മനസ്സിലായത്, ഞാൻ അഫ്സൽ, എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഒക്ടോബർ 1, 2025 ഈ വരുന്ന ഒക്ടോബർ 1, 2025 ടാറ്റ മോട്ടോഴ്സ് 2ആയി വിഭജിക്കാൻ തീരുമാനിച്ചു. അത് വാഹനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ലോറി, ബസ് എന്നുള്ളതൊക്കെ ഒരു വിഭാഗമായിട്ടും അതേമാതിരി പാസഞ്ചർ വെഹിക്കിളും EV അങ്ങനത്തെ SUV കാറുകളൊക്കെ വേറെ ആക്കിയിട്ടും ആണ് മാറ്റിയിട്ടുള്ളത്. ഇലക്ട്രോണിക് വെഹിക്കിളൊക്കെ അല്ലേ, അതൊക്കെ വേറെ ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഒന്നിൻ്റെ പേര് TML കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലിമിറ്റഡ് ആക്കി കമ്പനിയാക്കി മാറ്റി. രണ്ടാമത്തതാണ് ടാറ്റ മോട്ടോഴ്സ്. നിലവിലുള്ള ടാറ്റ മോട്ടോഴ്സ് തന്നെ ആയിട്ടാണ് ബാക്കിയുള്ളത് തുടരുന്നത്. ഇപ്പോൾ ഈ ലോറിയും ബസ്സും അങ്ങനത്തെ ട്രക്കുകൾ അങ്ങനത്തെ വണ്ടികളാണ് ഈ TML കൊമേഴ്ഷ്യൽ. ഇത് 2 ഡിവിഷനായിട്ട് മാറാണ്, ഒന്ന് കൊമേഴ്ഷ്യലും ഒന്ന് പാസഞ്ചറും. ഓക്കെ, അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിളും പിന്നെ പാസഞ്ചർ വെഹിക്കിളും, ഇതിലൂടെ അവർ എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ CVയിലുള്ള അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്താ വെച്ചാൽ നമ്മളെ ഇമിഗ്രേഷൻ ഇതൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കും, സ്മൂത്ത് ആക്കും. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഈ കാർഡിൽ എന്തൊക്കെ വരും, ഈ കാർഡിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വരിക. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽ. ഇപ്പോൾ ഒരു മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞ പ്രോബ്ലംസിനെയാണ്. പിന്നെ വയസ്സായ ആൾക്കാർക്ക് ടെക്നോളജി അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പേപ്പറിൻ്റെ കാര്യം. പേപ്പറുണ്ട്, രണ്ടുണ്ട്. സെക്യൂരിറ്റി ഇത് സേവ് ചെയ്യുന്നതോ? പിടിക്കുന്നത് ഇമിഗ്രേഷനിലാണ്. ഡിജിറ്റൽ ലോകത്തിലൂടെ നമുക്ക് എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഒരു ഫിസിക്കലായിട്ടുള്ള ചെക്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇമിഗ്രേഷന് വേണ്ടി ഈ ഡിജിറ്റൽ കാർഡ് ഇല്ലേ, ഇപ്പം എമിഗ്രേഷൻ പോലെ തന്നെ നമുക്ക് പേപ്പർ വർക്ക് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളൂ. ഈ കാർഡ് നമുക്ക് ഈ ഇമിഗ്രേഷൻ ഓഫീസറിനെ കാണിക്കണം, ക്യൂ നിൽക്കണം, പക്ഷേ ഫാസ്റ്റ് ആവും. അപ്പം നമ്മൾ എഴുതിയ ഒരു പരിപാടി ചെയ്യണേക്കാട്ടും കാർഡ് വെച്ചിട്ട്